ഹലോ ഗൈസ്. അലിൻ ജോസ് പെരേരയും പമ്പയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിളാണ്, ഒരു ജോഡിയാണ് അലിൻ ജോസ് പെരേരയും പമ്പയും. അലിൻ ജോസ് പെരേര നമ്മുടെ സ്വന്തം AGP അല്ലേ. അലിൻ ജോസ് പെരേരയുടെ ആഹ്, അവൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ റീലുകളിലൊക്കെ പാർട്ട്ണറായിട്ട് വരുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അല്ലേ. ഏറ്റവും അവസാനം വന്നത് കണ്ണകിയായിരുന്നു. അപ്പോൾ കണ്ണകിയുടെ ഒരു വീഡിയോ കണ്ണകി ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണകി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അലിൻ ജോസ് പെരേരയുടെ കൂടെ കോമാളിയായിട്ട് നിൽക്കാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അധികം വൈകാണ്ട് തന്നെ എന്ന് വെച്ചാൽ നമ്മൾ പമ്പേനെ കണ്ട് അലിൻ ജോസ് പെരേരയുടെ കൂടെ. എനിക്ക് തോന്നുന്നത് കണ്ണകി അലിൻ ജോസ് പെരേരയുടെ കൂടെ കോമാളിയായിട്ട് നിൽക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണോ ചെയ്തത്, അതോ കണ്ണകീനെ റീലിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണോ അലിൻ ജോസ് പെരേര ചെയ്തത്? പമ്പ വന്നപ്പോൾ അലിൻ ജോസ് പെരേര ഓളെ ഒഴിവാക്കിയതാണോ, അതോ കണ്ണകി ആഞ്ഞുപാറെത്തി വരുന്നുണ്ട് ഞാനായിട്ട് മാറി വിചാരിച്ചിട്ട് അങ്ങനെ മാറിയെന്നാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അലിൻ ജോസ് പെരേരയ്ക്ക് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇവരെല്ലാവരും കൂടി കളിക്കുന്ന ഒരു നാടകമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അലിൻ ജോസ് പെരേര എപ്പോഴും ആറാട്ടണ്ണനെ ആയിട്ട് മത്സരിക്കുന്ന ഒരുത്തനാണ്, നമുക്കത് അറിയാവുന്നതാണ്. ഇവർക്ക് ലൈം ലൈറ്റിൽ നിൽക്കണമെങ്കിൽ എപ്പോഴും എന്താ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വേണം. തെറി വിളിച്ചിട്ടാണെങ്കിൽ ആളുകൾ AJPയുടെ വീഡിയോസ് കാണും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ, ആൾക്കാർ പ്രത്യേകിച്ച് 2K കിഡ്സൊക്കെ പാച്ചാ തെറി വിളിച്ചിട്ടാണ് പോണത്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എന്ത് തെറി വിളിക്കണത്, അതേപോലെ കുറേ 90s ആളുകളും ഒക്കെ ഉണ്ട്. എന്തായാലും ഒരു കാര്യം പറ്റ കേസ്, ഈ തെറി വിളിയിലൊന്നും കാര്യമില്ല. അവനിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. സോഷ്യൽ മീഡിയ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ, അല്ലാണ്ട് എല്ലാവരും ലോകം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യണത്. അല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ലോകം നന്നാക്കാനാ? പല പരിപാടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. അപ്പോൾ അവൻ്റേതായ രീതിയിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ പല സിനിമാ നടന്മാർ അവൻ്റെ റീൽസൊക്കെ ലൈക്ക് അടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവൻ എങ്ങനെ ഉണ്ടാക്കിയതാ? ഇങ്ങനെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചിട്ട് നാണം കെട്ടുമൊക്കെ ഉണ്ടാക്കിയത് തന്നെ കേസ്. എനിക്ക് അത് നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പമ്പ, നമ്മുടെ വിഷയം പമ്പയാണ്. അലിൻ ജോസ് പെരേരയുടെ കൂടെ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ എല്ലാവരും കൂടി ചീത്ത വിളിക്കാമെന്ന്. എനിക്ക് ഉളുപ്പുണ്ടോടി അവൻ്റെ കൂടെ നടക്കാൻ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ പമ്പ അലിൻ ജോസ് പെരേരയുടെ ഇപ്പോൾ ഒരു റീലിൻ്റെ പാർട്ട്ണറായിട്ട്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നു അല്ലേ. പമ്പേനെ ഇങ്ങനെ അധികം തെറി വിളിക്കുന്നതായിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല കേസ്, അല്ലെങ്കിൽ തെറി വിളി കുറവായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ ആലോചിച്ചു, പമ്പ ഒരു ഡോക്ടറാണ്, സൈക്യാട്രി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് പമ്പ. പമ്പ എന്ന് പറഞ്ഞാൽ അങ്ങനെ കോപ്രായം കാണിച്ച് പൊട്ടത്തി എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് തോന്നുന്ന വ്യക്തിയല്ല. ഇപ്പം എന്തെങ്കിലും പൊട്ടത്തരം അങ്ങനെ ഇങ്ങനെ കോമാളിത്തരം കാണിക്കും ആളുകൾ, അവന് തീരെ ബുദ്ധിയില്ല എന്നൊക്കെ വിചാരിക്കും. ബുദ്ധിയില്ലാത്തവനൊന്നല്ല, AJP ബുദ്ധിയില്ലാത്തവനൊന്നല്ല, അവന് നല്ല രീതിയിൽ ബുദ്ധിയുള്ള ഒരുത്തനാണ്. അവൻ ബുദ്ധിയുള്ളവനാണ് നിങ്ങളെ വെച്ച് കുരങ്ങ് കളിപ്പിക്കുന്നത്. അവൻ മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ മറ്റേ ആറാട്ടെണ്ണ ബുദ്ധിയില്ലാത്തവനാ. ആറാട്ടെണ്ണ എല്ലാവരും ഇങ്ങനെ തെറി വിളിക്കേണ്ട ആറാട്ടെണ്ണ PhD ചെയ്തുകൊണ്ടിരിക്കണവനാ. അവൻ്റെ പകുതി ബുദ്ധിയുണ്ടോ ഈ തെറി വിളിക്കണമെന്ന ആളുകൾക്ക്? അതുപോലെ ആറാട്ടെണ്ണൻ മറ്റേ ഇത് കുറേ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. മൂപ്പർക്കൊരു വിസിബിലിറ്റിയാണ് വേണ്ടത്. കാരണം മൂപ്പരെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് മൂപ്പര് ഇങ്ങനെയൊക്കെ ചെയ്യും. മോഹൻലാലിനെ ഇടയ്ക്ക് തെറി വിളിക്കും, സിനിമ മഹാമോശമാണെന്നൊക്കെ പറയും. ഓക്കെ, നിങ്ങളൊരു കാര്യം ആലോചിക്കുക, സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഒരാൾ കാണണമെങ്കിൽ എന്ത് കഷ്ടപ്പാടാണെന്നറിയോ? തമ്പനെയിൽ, ക്യാപ്ഷൻസ്, ഇതൊന്നും ഇടാണ്ട്, തമ്പനെയിൽ ഇടാണ്ട്, ക്യാപ്ഷനും വേണ്ട രീതിയിലൊന്നും ഇടാണ്ട് ആറാട്ടെണ്ണൻ്റെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്ര റുപ്യാണ് മൂപ്പര് ഒരു മാസം ഉണ്ടാക്കണമെന്ന് അറിയോ? അത് ബുദ്ധിയില്ലാണ്ട് ഉണ്ടാക്കണതാ? നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് പറഞ്ഞ്. സ്റ്റൈപ്പൻഡ് മാത്രമായിട്ട്, PhDയുടെ സ്റ്റൈപ്പൻഡ് മാത്രമായിട്ട് 10-40,000 രൂപ മൂപ്പര് ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം. 1 ലക്ഷത്തിനും പുറത്ത് മൂപ്പര് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും PhDയിൽ നിന്നും എല്ലാം കൂടി ആയിട്ട് മൂപ്പര് ഉണ്ടാക്കുന്നുണ്ടാവും, ഇൻ്റർവ്യൂസും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇനി അലിൻ ജോസ് പെരേരയുടെ കൂടെയുള്ള പമ്പ എന്നുള്ള ഡോക്ടറെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയണത്. അവർ ഡോക്ടറാണ്, അവർക്ക് അഭിനയിക്കാനൊക്കെ ഇഷ്ടമാണ്. അവർക്ക് നല്ല റോളുകൾ സിനിമയിലൊന്നും കിട്ടിയില്ലെങ്കിൽ അവരിങ്ങനെ സോഷ്യൽ മീഡിയ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വിസിബിലിറ്റി വെച്ചിട്ട് സ്വയം ഷോർട്ട് ഫിലിംസ് ചെയ്യാം, സിനിമ ചെയ്യാം. സ്പോൺസേഴ്സ് ഉണ്ടാവും, പ്രൊഡ്യൂസേഴ്സ് വരും, അല്ലെങ്കിൽ സ്വയം പ്രൊഡ്യൂസ് ചെയ്യുക. ഡോക്ടറല്ലേ, കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടായിരിക്കും. അലിൻ ജോസ് പെരേരയുടെ എന്താ പറയുക, കൂടെ നിൽക്കുമ്പോൾ ആ ഒരു വിസിബിലിറ്റി കിട്ടും. അപ്പോൾ ഇവർ ആ ഒരു യൂണിവേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതിപ്പോൾ മോശം പറയാനൊന്നും പറ്റില്ല കൈസേ. ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവായ രീതിയിൽ, അല്ലെങ്കിൽ ഇത്തിരി ട്വിസ്റ്റഡ് ആയ രീതിയിൽ എന്തെങ്കിലും ക്യാപ്ഷൻ ഇട്ടില്ലെങ്കിൽ, തമ്പനയിൽ ഇട്ടില്ലെങ്കിൽ ആളുകൾ ആ വീഡിയോ കാണില്ല. അത് വേറെ കാര്യമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു രീതിയിലൂടെ പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി സംസാരിക്കാൻ പറ്റുമെന്ന് കൂടി വിചാരിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യണത്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുണ്ടായിരിക്കും, ഞാൻ മാക്സിമം സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ ആളുകൾ എപ്പോഴും ഇപ്പോൾ നെഗറ്റീവായിട്ട് ഒരാളെക്കുറിച്ച് ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ എന്തെങ്കിലും പോസിറ്റീവായ ഒരു വശം പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോസ്. അപ്പോൾ ഞാൻ പമ്പയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി, പമ്പേനെ എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ തെറി വിളിക്കുന്നില്ല, അല്ലെങ്കിൽ പമ്പയോട് എന്തുകൊണ്ട് കുറച്ചുകൂടി റെസ്പെക്റ്റ് ആളുകൾക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ, അവർക്ക് ഇത് കിട്ടിയിട്ട് വേണ്ട ജീവിക്കുക എന്നുള്ളതാണ്. പലിൻ ജോസ് പെരേരയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയാലും അവൻ്റെ ജീവിതം നടക്കുള്ളൂ.
പമ്പയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. പമ്പ അതൊരു പാഷനായിട്ട് മാത്രമാണ് കൊണ്ട് നടക്കുന്നത്. പമ്പയ്ക്ക് ജോലിയുണ്ട്, ഡോക്ടറാണ്. അപ്പോൾ പമ്പയോട് റെസ്പെക്റ്റ് ഉണ്ട് ആളുകൾക്ക്. പിന്നെ സൈക്യാട്രി, അത്യാവശ്യം മൈൻഡിനെ കുറിച്ചിട്ടും പ്രാന്തുകളെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള. പിന്നെ എന്താ വെച്ചാൽ ഇവർ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയയിൽ ഇന്ന് കോമാളിത്തരം കാണിക്കുന്ന പല ആളുകൾ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ച ആളുകളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആറാട്ടണ്ണൻ്റെ നല്ല ഇൻ്റലക്ച്വലായ ഇൻ്റർവ്യൂസുകൾ കണ്ടിട്ടുണ്ടോ? മൂപ്പര് ജീവിതത്തിൽ അനുഭവിച്ച ഒറ്റപ്പെടലിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. നമ്മുടെ കണ്ണ് നിറയും. ഈ അലിൻ ജോസ് പെരേരയുടെ ഇൻ്റർവ്യൂ നിങ്ങളൊന്ന്, അതായത് അവനെ കുറ്റം പറയാനും തെറി വിളിക്കാനും അല്ലാത്ത രീതിയിൽ ന്യൂട്രലായിട്ട് നിന്ന് കണ്ടും കേട്ടും നോക്കി നമുക്ക് അവനോടൊരു ഇഷ്ടം തോന്നും. അവൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെന്ന്. അവൻ പറയാണ്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവൻ്റെ വീട്ടിൽ ഒരു വിലയില്ലാത്ത അവസ്ഥ, അച്ഛൻ അവനെ കാണുന്ന ഒരവസ്ഥ, ഓക്കെ. പക്ഷെ അവൻ്റെ ഒരു ഐക്യു ലെവൽ അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒരുപക്ഷെ അത് ഫേക്ക് ചെയ്യാവും, അവന് ബുദ്ധിയില്ലാന്ന് സ്വയം കാണിക്കുമായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ ഇൻ്റലിജൻ്റായ ആളുകളുടെ ഇടയിൽ പൊട്ടനായിട്ട് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഗൈസ്. അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരുത്തനാണ് AJP എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അവൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയത്, ഇപ്പം കൊള്ളാമല്ലോ എന്നാണ്. അതാണ്. അല്ലാണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ആറാട്ടണ്ണനും AJPക്ക് അപ്പുറത്തേക്ക് ആറാട്ടണ്ണനൊക്കെ പ്രാന്തുണ്ടോ? ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് ഇത്ര ആളുകൾ തെറിവിളിയും കേട്ടിട്ട് ഒരു ഇത് പറയാം, സിനിമേനെ കുറിച്ച് ഇങ്ങനെ പറയാൻ വല്ല ആവശ്യമുണ്ടോ? അത് പൊതുസമൂഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ മൂപ്പര് എക്സ്പോസ് ചെയ്ത്, പൊതുസമൂഹത്തിൽ നിന്ന് എന്താണ്, എങ്ങനെയാണ് ഒരു കാര്യം ഉപയോഗിക്കാൻ പറ്റുക മൂപ്പര് കൃത്യമായിട്ട് അറിയാം. എങ്ങനെ അതിലൊരു സ്റ്റാർ ആവാം, വിസിബിലിറ്റി കൂട്ടാമെന്ന് മൂപ്പര് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ചെയ്ത് അപ്പോൾ പമ്പയുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർ നന്നായിട്ട് ആക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആക്ടിങ് സ്കിൽസ് ഉള്ള വ്യക്തിയാണ്. അവർ ആ ഇൻ്റർവ്യൂവിലൊക്കെ എത്ര അടിപൊളിയായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവരെ അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവരുടെ ഡോക്ടേഴ്സ്, അവരുടെ ഓഫീസിലെ ആളുകളൊക്കെ, ഹോസ്പിറ്റലിലെ ആളുകളൊക്കെ ഇവരെ കളിയാക്കുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നില്ല കളിയാക്കുന്നുണ്ടാവുമെന്ന്. കളിയാക്കുന്നവർക്ക് വിവരമില്ല എന്നതിന് അർത്ഥം. അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരാൾ ചെയ്യുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി കളിയാക്കി ഒറ്റപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം, ഇവരൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടുക അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടായിരിക്കും പലരും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുരങ്ങളിയായിട്ട് വരുന്നുണ്ടായിരിക്കാം. അത് കുരങ്ങളി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പൊതുവേ ഹലോ, എൻ്റെ പേരിത്, ഞാനിതാ ചെയ്യുന്നത്, സംഭവം സുഖമല്ലേ, ഇങ്ങനെ സംസാരിക്കാത്ത ആളുകളൊക്കെ പ്രാന്തത്തരം കാണിക്കുന്നതായിട്ട് നമുക്ക് പൊതുവേ തോന്നും. ഇപ്പോൾ എന്താ ഒരു പേരെന്താ, റീനെ എന്തോ അമേരിക്കയിലോ UK എവിടെയുള്ള ഒരു 37 വലിയ ചുണ്ടൊക്കെ ഇട്ട് ഒരുപാട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കില്ലേ ഒരു ഡോക്ടർ, അവരെക്കുറിച്ച് എന്തൊക്കെ ആളുകൾ നെഗറ്റീവായിട്ട് പറഞ്ഞിരുന്നു. അവർക്ക് ക്യാൻസർ വന്നപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയായിരുന്നു. അവർക്ക് ക്യാൻസർ വന്നപ്പോൾ അവർക്ക് തോന്നി കുറേ കാലമായില്ല ഇങ്ങനെ ജീവിക്കണം, അപ്പോൾ ഇനി അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അവർക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. നന്നായിട്ട് ഡാൻസ് കളിക്കണ്ടോ ഇല്ലയെന്ന് പറഞ്ഞ കാര്യം, ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ അതൊക്കെ ചെയ്തു. ഓക്കെ, അവർ സീരിയലിൽ വന്ന് മറിമായത്തിലുണ്ടായിരുന്നല്ലോ അവർ. അപ്പോൾ ഇതേപോലെ പമ്പ ഇങ്ങനെയുള്ള സീരിയലുകളിലും ഷോർട്ട് ഫിലിംസിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ, റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ പ്രൊമോഷൻസ് വരും, ഇൻ്റർവ്യൂസ് വഴി പൈസ കിട്ടും. ഡോക്ടറാണ്, ഓൾറെഡി ഫിനാൻഷ്യലി ഓക്കെ ആയിരിക്കും. അപ്പോൾ പ്രൊമോഷൻസ് വരുന്നുണ്ടായിരിക്കും. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഈ വഴിയൊക്കെ അവർക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. ഷോർട്ട് ഫിലിംസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിക്ക് ആവുന്നുണ്ടായിരിക്കും. സീരിയലുകളിലും സിനിമകളിലൊക്കെ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കും. നിങ്ങളൊരു കാര്യം ആലോചിച്ച് കേട്ടോ, ഇന്ന് ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഇല്ലാത്ത, അവർക്ക് പോലും ഇല്ലാത്ത വിസിബിലിറ്റി ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലുള്ള അലിൻ ജോസ് പെരേരയ്ക്കും നിങ്ങളാ പമ്പയ്ക്കും ഒക്കെ ഉണ്ട്. ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആറാട്ടണ്ണനും ഒരു പുതിയ സിനിമാ നടൻ ഒരു മുക്കിൽ കൊണ്ടുപോയി വെച്ചു, ഇപ്പുറത്ത് ആറാട്ടണ്ണനുണ്ടെങ്കിൽ ആളുകൾ ആറാട്ടണ്ണൻ ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയും, ആ പുതിയ സിനിമാ നടനെ നടീനെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും. ഇതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പവർ ഗൈസ്. ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് പമ്പയടക്കമുള്ള ആളുകൾ. എന്തായാലും പമ്പയോട് എനിക്ക് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ഉണ്ട് ഗൈസ്. പമ്പയോട് മാത്രമല്ല കേട്ടോ, അലിൻ ജോസ് പെരേര ആയിക്കോട്ടെ, കണ്ണകി ആയിക്കോട്ടെ, എല്ലാവരോടും അങ്ങനെ ഒരു സംഭവം തന്നെയാണ്. ഈ പമ്പ ഈ ഒരു സീനിലേക്ക് ഞാനിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ റെസ്പെക്റ്റ് തോന്നി. അതാണ് സംഭവം. കൂടുതൽ എന്തപ്പോൾ അതിന് വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും അവരൊരു ഡോക്ടറല്ലേ, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും വെച്ചിട്ടുണ്ട്, ഇവർ ചിലപ്പോൾ ഒരു പമ്പയുടെ കാര്യമില്ല, പൊതുവെ ഇങ്ങനെ വരുന്ന ആളുകൾ, ഒരു ഡോക്ടറായ ഒരാൾ ഇങ്ങനെ വരുമ്പോൾ ഒന്നല്ലെങ്കിൽ അവർ ഡിവോഴ്സ്ഡ് ആവും, അല്ലെങ്കിൽ അവരാരെയും ചീറ്റ് ചെയ്തിട്ടുണ്ടാകും, റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ച് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊന്നും ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരിക്കും. പഠിത്തം, കരിയർ, വീട് നോക്കൽ, അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ കുട്ടികളെ നോക്കേണ്ട, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നോക്കേണ്ട കാര്യങ്ങൾ, ചിലപ്പോൾ സിംഗിൾ മദർ ആയിരിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ പമ്പയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് സംഗതി എന്നൊക്കെയാണ്. ഞാൻ പിന്നെ വല്ലാണ്ട് സെർച്ച് ചെയ്യാൻ പോയില്ല. ഞാൻ എന്താ വെച്ചാൽ മനഃപൂർവ്വം ആ ക്യൂരിയോസിറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്തു. അതായത് ഇത് എന്തോ എനിക്കത് അങ്ങനെ സെർച്ച് ചെയ്യാൻ തോന്നിയില്ല. അവരുടെ റീൽസും വീഡിയോസൊക്കെ അത്യാവശ്യം രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ വല്ലാണ്ട് ഒരാളുടെ കുറിച്ച് ഇങ്ങനെ കുത്തി കുത്തി നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഡോക്ടറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അവരോടുള്ള ബഹുമാനം ഇങ്ങനെ കൂടി ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പമ്പേനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പമ്പയുടെ ഇൻ്റർവ്യൂസൊക്കെ കാണുക. എന്തായാലും അവർക്കിപ്പോൾ നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ട്, അതിലൊരു സംശയമില്ല. AJPയുടെ കരിയറിൽ വലിയൊരു ഗ്രോത്ത് ആയിരിക്കും ഇനി സംഭവിക്കുക എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോൾ AJPയുടെ ഷോർട്ട് ഫിലിംസൊക്കെ ഇവർക്ക് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യുന്ന ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനി പോലെയൊക്കെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യാൻ വേണ്ടി ഡോക്യുമെൻ്ററികളൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി സീരിയസ് ആയ കഥാപാത്രങ്ങൾ അലിൻ ജോസ് പെരേരയ്ക്കും പമ്പയ്ക്കും ഒക്കെ കിട്ടിയ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കേസ്. ഇപ്പോൾ പമ്പയ്ക്ക് അത്യാവശ്യം ആക്ടിംഗ് ഒക്കെ ഇഷ്ടമുള്ള നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം, അമ്മ കഥാപാത്രമോ അല്ലെങ്കിൽ ഒരു വിധവയായ ഒരുത്തിയുടെ കഥാപാത്രമോ, ജീവിതത്തിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരാളുടെ കഥാപാത്രമൊക്കെ പമ്പയ്ക്ക് കിട്ടിയ അടിപൊളിയാക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അലിൻ ജോസ് പെരേരയ്ക്ക് ഈ കോമാളിത്തരം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള, ഒഴിവാക്കുക എന്നല്ല പറയുന്നത്, കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള വേഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ ആറാട്ടണ്ണൻ്റെ കാര്യത്തിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അവരെ തലവരെ തന്നെ മാറി മറിയും. ഇപ്പോൾ തൊപ്പിയുടെ കാര്യം ആലോചിച്ചോക്ക്, തുടക്കത്തിൽ തെറിയൊക്കെ വിളിച്ച് അങ്ങനെ ഇങ്ങനെ ഇട്ട് അവൻ ഇപ്പോൾ അടിപൊളിയായിട്ട് ഡീസൻ്റായിട്ട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അവനോടുള്ള മതിപ്പ് എത്രയോ മടങ്ങ് കൂടി. അവനോട് മടിപ്പ് ഛെ, മതിപ്പ് കൂടിയെന്നല്ല, അവനോട് ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക്. ഇതേപോലെ അലിൻ ജോസ് പെരേരേനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാലം വരും. ഇപ്പോഴും അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അലിൻ ജോസ് പെരേര പറയുമ്പോൾ ഒരു പാവം തോന്നണം കേട്ടോ, ഒരു പാവം ചെക്കൻ അങ്ങനെ തോന്നല്, ചെക്കൻ തന്നെ തോന്നല്. 25 വയസ്സിലായിട്ടുള്ളൂ. അതേപോലെ ആറാട്ടണ്ണൻ, എനിക്ക് ആറാട്ടണ്ണനായിട്ട് നല്ലൊരു രീതിയിലുള്ള ഒരു ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ ചാനലൊക്കെ അത്യാവശ്യം സെറ്റായി വന്നിട്ട് എനിക്ക് ഇവരൊക്കെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യണോടാന്നൊക്കെ പറഞ്ഞിട്ട്. ആറാട്ടണ്ണനായിട്ട് ഇൻ്റലക്ച്വലായ രീതിയിൽ ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട് യൂട്യൂബിൽ കേസ്, നിങ്ങൾ നോക്കി നോക്കി. സയൻസിനെ കുറിച്ചിട്ടൊക്കെ മൂപ്പര് പറയുന്ന വർത്തമാനങ്ങളുണ്ടല്ലോ. പിന്നെ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കും. മൂപ്പരെ വീഡിയോ കണ്ട നിങ്ങൾ ക്രിക്കറ്റ് കളിക്കണത്? അപ്പം മൂപ്പര് ആ ഷോട്ട് കാണുമ്പോൾ മനസ്സിലാവും, ലെഫ്റ്റ് ലെഗ് മൂപ്പരൊന്ന് പൊക്കിയിട്ട് ആ ഷോട്ട് കണ്ടാൽ മനസ്സിലാവും ആളെ നിസാരക്കാരനല്ല, ആൾക്ക് എന്നെ കുറിച്ച് ABCD അറിയണ മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും പമ്പ അലിൻ ജോസ് പെരേരയുടെ കൂടെ അഭിനയിക്കുന്ന സംഗതികളുണ്ട്. അപ്പോൾ എനിക്കത് അലിൻ ജോസ് പെരേര കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള കൈകളിലാണ് എത്തിയതെന്നാണ് ഗൈസ് എനിക്ക് ആദ്യം ഉണ്ടായ ഒരു ഫീല്. അപ്പോൾ എന്തായാലും ഇവർക്ക് എല്ലാവിധ വിജയാശംസകളും. ലൈഫ് എല്ലാവരുടെയും അടിപൊളിയാവട്ടെ, ഇവർക്ക് നല്ല വേഷങ്ങൾ കിട്ടട്ടെ, ഒരുപാട് കാശുണ്ടാക്കാനും പറ്റട്ടെ, ഒരുപാട് പേര് അവരെ സ്നേഹിക്കാൻ ഇടവരുത്തട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു ഗൈസ്. അത്രയേ ഉള്ളൂ. എന്തായാലും പമ്പയും അലിൻ ജോസ് പെരേരയായിട്ടുള്ള ഇൻ്റർവ്യൂ ജാങ്കോ സ്പേസിൽ ഉണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. ഭയങ്കര രസമുണ്ട്. പമ്പയൊക്കെ സംസാരിക്കുന്ന രീതി പറഞ്ഞാൽ എന്തൊരു രസമായിട്ടാണ് സംസാരിക്കുന്നത്, അടിപൊളി.